കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചത്തെ നമ്മുടെ ധ്യാനത്തിനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം ധ്യാനിക്കാം. അവൾ പുറകിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. ലൂക്കോസ് 8-ാം അധ്യായത്തിൽ 12 വർഷമായി രക്തസ്രാവം ബാധിച്ച ആ സ്ത്രീ സൗഖ്യം പ്രാപിച്ച ദിവസം വലിയൊരു ജനക്കൂട്ടം യേശുവിന് ചുറ്റും ഉണ്ടായിരുന്നു. രോഗശാന്തിയും വിടുതലും ആഗ്രഹിച്ച ഒട്ടനേക പേർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. യേശുവിനെ അവർ മുട്ടി ഒരുമ്മി നടക്കുകയായിരുന്നു. എന്നാൽ അവർക്കൊന്നും സംഭവിക്കാത്തൊരു മാറ്റമാണ് ഈ സ്ത്രീയിൽ ഉണ്ടായത്. ഈ സ്ത്രീയിൽ മാത്രമായിട്ട് എങ്ങനെ ഈ അത്ഭുതം സംഭവിച്ചു? അവൾ തൻ്റെ സംശയങ്ങളെയും സകല നിരാശകളെയും മാറ്റി, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് ഉറച്ച പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയുമാണ് അവൾ യേശുവിനെ സ്പർശിച്ചത്. തൻ്റെ ജീവിതം മാറാൻ പോകുന്നു എന്ന് ദൈവകൃപ തന്നെ തേടി വരുന്നുണ്ടെന്ന് അവൾ ഉള്ളാലെ ഉറക്കെ പ്രഖ്യാപിച്ചു. അവളുടെ ആവശ്യങ്ങൾ കണ്ടല്ല, മറിച്ച് അവളുടെ വിശ്വാസം കണ്ടാണ് കർത്താവ് അവളിൽ പ്രവർത്തിച്ചത്. നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്തല്ല, മറിച്ച് നമ്മുടെ വിശ്വാസം കണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന അനേക കാര്യങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് സ്വർഗീയ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്നുള്ളതല്ല, നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്നുള്ളതാണ് നാം ഉറക്കെ പ്രഖ്യാപിക്കേണ്ടത്. സാഹചര്യങ്ങൾ നമുക്കെതിരാണെന്നോ മറ്റുള്ളവർ എന്തു പറയുന്നുവെന്നോ നോക്കാതെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണെന്നും അവന് വഴികൾ തുറക്കാൻ ഒരു കുറവുമില്ലെന്നും നാം വിശ്വസിക്കണം. ആ ജനക്കൂട്ടത്തെ പോലെ വെറുതെ യേശുവിനെ മുട്ടി ഒരുമി നടക്കുകയാണോ, അതോ ആ സ്ത്രീയെ പോലെ വിശ്വാസത്തോടെ അവനെ നാം തൊടുകയാണോ? ഇന്ന് വിശ്വാസത്തോടെ ആ കരങ്ങളിലൊന്ന് തൊടുക. നിശ്ചയമായും നമുക്ക് മാറ്റം സംഭവിക്കും. ഈ സന്ദേശത്തോട് അനുബന്ധമായ ഒരു വാചകം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെയുള്ളതിനായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വിശ്വാസത്താൽ അങ്ങയെ സ്പർശിക്കാനും എൻ്റെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാനും എനിക്ക് കൃപ നൽകണമേ. അങ്ങ് എത്ര വലിയവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വലിയ കാര്യങ്ങൾക്കായി ഞാൻ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.